73 എടുക്കാമോ? ഉറക്കെ വായിച്ചേ. 73, 23, 24 ഉറക്കെ വായിക്കാം. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ്, അവിടുന്ന് എന്റെ വലത്ത് കൈ ഗ്രഹിച്ചിരിക്കുന്നു, ഉപദേശം തന്ന് അങ്ങനെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. ആസഫ് ഈ സങ്കടമൊക്കെ പറയാണ്, കർത്താവേ അവന് കുഴപ്പമില്ല, ഇവന് കുഴപ്പമില്ല, പ്രാർത്ഥിച്ച് നടക്കുന്ന എനിക്ക് മാത്രമേ സങ്കടമുള്ളൂ. വേദനയൊക്കെ ഉണ്ട്, സങ്കടമൊക്കെ ഉണ്ട്, വലിയ വിഷമമൊന്നുമില്ല. എന്നാലും കർത്താവേ, ഇവിടെ എന്നാ സംഭവിച്ചാലും, ദുഷ്ടം പന പോലെ വളർന്നാലും, തിന്മ ചെയ്യുന്നവൻ ആർഭാടത്തിൽ ജീവിച്ചാലും, പ്രാർത്ഥിക്കുന്ന എനിക്ക് ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നേ വന്നാലും, ആസഫ് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ്. അതൊരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബൈബിളിന്റെ ഒരു കേന്ദ്ര അടിസ്ഥാന വാഗ്ദാനമായിട്ട് കർത്താവ് നമ്മോട് കൂടെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആസാഫ് പറയുന്നത്, ഞാൻ കർത്താവിന്റെ കൂടെ. കിട്ടുന്നുണ്ടോ? പരിശുദ്ധ അമ്മയോട് ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ. ആസാഫ് കർത്താവിനോട് പറയാണ്, ഞാൻ അങ്ങയുടെ കൂടെ, ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെ. സന്തോഷം വരട്ടെ, പ്രകാശം വരട്ടെ, ദുഃഖം വരട്ടെ, എന്തു വന്നാലും ഞാൻ ആരുടെ കൂടെയാണ്? ഈശോയുടെ കൂടെയാണ്. ആ ബോധ്യം കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹം, അവിടുന്ന് എന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു, ഉപദേശം തന്നെ എന്നെ നയിക്കുന്നു, പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് നയിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.